മനവും ഒരു മനമായി തീർത്തിടാം. സോദരരോടൊന്നായി ബലി പങ്കുവയ്ക്കാം. ഓരോ മനവും ഒരു മനമായി തീർത്തിടാം. സോദരരോടൊന്നായി ബലി പങ്കുവയ്ക്കാം. നിത്യപുരോഹിതനീശോ നമ്മെ കാത്തിരിക്കും ഈ വേളയിൽ. ഓരോ മനവും ഒരു മനമായി തീർത്തിടാം. സോദരരോടൊന്നായി ബലി പങ്കുവയ്ക്കാം. അണയുകയായി ഞങ്ങൾ അജഗണമായി ബലിതന്നോർമ്മകൾ പങ്കിടുവാൻ. അണയുകയായി ഞങ്ങൾ അജഗണമായി ബലിതന്നോർമ്മകൾ പങ്കിടുവാൻ. ണയും മാറ്റേടകളെ പോലെ സർവാധിപനാകും നാദം ഈ ബലിപീഠത്തിൻ മുൻപിൽ. സ്മരണകളോടെ ചേർന്നിടാമിന്നീ നിത്യജീവനേ ഇടേണം പ്രിയനാകും ജീവനാഥ. ഓരോ മനവും ഒരു മനമായി തീർത്തിടാം. സോദരരോടൊന്നായി ബലി പങ്കുവയ്ക്കാം. അണയുകയായി ഞങ്ങൾ അജഗണമായി നല്ലിടയാവിൻ ബലിതന്നോർമ്മകൾ പങ്കിടുവാൻ. അണയുകയായി ഞങ്ങൾ അജഗണമായി നല്ലിടയാവിൻ ബലിതന്നോർമ്മകൾ പങ്കിടുവാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടെയും. ബഹുമാനപ്പെട്ട പാട്രിക് അച്ഛ, റോഷൻ അച്ഛ, ഡിറ്റോ അച്ഛ, പ്രസിദ്ധന്തിമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ ബലിയർപ്പിക്കാനായിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുക. 25 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ജൂബിലിയുടെ വർഷത്തിൽ ഈ ദേവാലയത്തിൻ്റെയും സുവർണ ജൂബിലിയുടെ ഒരു കാലഘട്ടത്തിൽ ഈ തിരുനാളിൽ ഇവിടെ മുഖ്യ കാർമ്മികത്വം വഹിക്കാനായിട്ട് ലഭിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കരുതുക. ഇവിടെ അന്ന് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛനോടൊപ്പം പ്രവർത്തിക്കാനും ഇവിടുത്തെ കുടുംബ യൂണിറ്റുകൾ പുനരൂപീകരണത്തിൽ പങ്കാളിയാകാനും ഒക്കെ സാധിച്ചത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വലിയ ഒരു അനുഭവത്തിൻ്റെ ദിനങ്ങളും നിമിഷങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇടവകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നെട്ടൂര് ഇടവക. ഇവിടെ ഇന്ന് നമ്മുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം എന്താണ് എന്ന് അറിയുന്നത് പരിശുദ്ധ അമ്മയുടെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന വചനങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ സ്തോത്രഗീതമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലെന്താണ് പറയുന്നത്? എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് ഈ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. ദൈവസ്തുതികളാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്.
അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവസ്തുതികളാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തലാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ എതിരേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് എപ്രകാരമായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്നും സന്തോഷത്തോടു കൂടി ആയിരിക്കണം. ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ടായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം, നന്മയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം, എല്ലാവിധ തിന്മയിൽ നിന്നും അകന്നു നിന്നുകൊണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഹൃദയത്തെയും പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയത്തെ പോലെ നിർമ്മലവും വിശുദ്ധവുമാക്കണമേ. നമ്മുടെ ഹൃദയം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പലരും മുറിപ്പെടുത്താറുണ്ട്, വേദനിപ്പിക്കാറുണ്ട്. വഞ്ചനയുടെയും തിന്മയുടെയും വാക്കുകൾ, പാപപ്രലോഭനങ്ങളുടെ വാക്കുകളൊക്കെ നമ്മിൽ നിന്ന് വരാറുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മലിനമായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയെ പോലെ എന്നും ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, നന്ദി പറയുന്ന ഒരു ഹൃദയത്തിന് ഉടമകളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാധ്യസ്ഥം തേടി ഇന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ നിർമ്മലമായ ഹൃദയം ഞങ്ങൾ തരണമേ. അതിലൂടെ ദൈവസ്തുതികളുടെ കീർത്തനങ്ങൾ പാടുന്ന, നന്ദി പറയുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, വളർത്തുന്ന വാക്കുകൾ ഞങ്ങളുടെ അധരങ്ങളിലൂടെ പുറപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി യോഗ്യതയോടെ അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേ
നാഥൻ രക്ഷകനേശുവേ കാരുണ്യം തോകണേ ഞങ്ങളിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപകറകളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിച്ച് പരിശുദ്ധ കന്യകയുടെ മധ്യസ്ഥം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമുള്ള ഐക്യതയിൽ എന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്: ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നവന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാലിന്യമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുളപൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. കർത്താവാണെൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ
അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. അവിടുത്തെ നന്മയും അവിടുത്തെ കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണെന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവുമനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശയർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടുകൂടെയും. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു:
ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടു കൂടെ. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, ഇന്ന് തിരുനാളിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിദ്ധന്തിമാരായ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ഇന്ന് നിങ്ങളോട് വചനപ്രഘോഷണം അല്ലെങ്കിൽ വചനം മുറിച്ച് നൽകേണ്ടതിന്, പങ്കുവെച്ച് നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം വേറൊരച്ഛന് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അച്ഛന് ഭാഗ്യമില്ലാത്തത് കൊണ്ടോ നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടോ അത് മാതാവ് പ്രത്യേകമായിട്ട് ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടോ ആ അച്ഛന് വരാൻ പറ്റിയില്ല. അവസാനം എൻ്റെ വികാരി അച്ഛൻ എന്നെ എൻ്റെ കിടക്കപ്പായിൽ നിന്നാണ് വിളിച്ചെഴുന്നേൽപ്പിക്കണേ, അച്ഛാ ഒരു പ്രസംഗമുണ്ട്, വരാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന അച്ഛൻ എന്തോ സാഹചര്യങ്ങളാൽ വരാൻ പറ്റിയില്ല, അച്ഛനൊന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു, ഏത് പള്ളിയിലാണ്, എന്ത് തിരുനാളാണ്, അല്ലെങ്കിൽ ആരുടെ തിരുനാളാണ്? പറഞ്ഞു, പരിശുദ്ധ അമ്മയെക്കുറിച്ചിട്ടുള്ള പ്രസംഗമാണ്, നെട്ടൂർ പള്ളിയിലാണ്, അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് പറയേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം 3 വർഷമായി ഞാൻ പട്ടം സ്വീകരിച്ചിട്ട് 2016 ഡിസംബർ 29 ആയിരുന്നു എൻ്റെ പട്ടം. അന്ന് മുതൽ ഇന്ന് വരെ മറ്റെല്ലാ തിരുനാളുകൾ ഒഴിവാക്കിയിട്ടാണെങ്കിൽ പോലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് എവിടെയെങ്കിലും 2 വാക്ക് പറയാനായിട്ട് അവസരം കിട്ടുകയാണെങ്കിൽ അത് ഞാൻ വിട്ടുകളയാറില്ല. കാരണം പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ സ്നേഹം, പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ ബഹുമാനം, ഭക്തി, അതാണ് എന്നെ ഒരു വൈദികനാക്കി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിർത്താനായിട്ട് ഇടയാക്കിയത്. എനിക്കറിയാം, എന്നെപ്പോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ സ്നേഹത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ആഴമേറിയ ബഹുമാനത്തിലും ഒക്കെ ആയിരിക്കുന്നവരാണ്. ഇന്ന് ഈ മണൽത്തരികളോട് ചോദിച്ചാൽ പോലും, ഈ മണൽത്തരിക്ക് പോലും പരിശുദ്ധ അമ്മയെക്കുറിച്ചിട്ട് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വാതോരാതെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടായിരിക്കും. ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഒരു നേരം പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ ദിവസം തുടങ്ങാനായിട്ട്
താല്പര്യമില്ലാത്തവരാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ടെന്നറിയാം. അത് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ അമ്മയോടുള്ള ഭക്തിയാണ്, ആ അമ്മയോടുള്ള സ്നേഹമാണ്, ആ അമ്മ എൻ്റെ അമ്മയാണ് എന്നുള്ള ആഴമേറിയ ബോധ്യമാണ് ഇന്ന് നിങ്ങളെല്ലാവരെയും ഈ കൊറോണ കാലത്ത് പോലും ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉള്ളപ്പോൾ പോലും ഈ അമ്മയുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാനും ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി, പരിശുദ്ധ അമ്മയുടെ സഹായം തേടി ഇന്ന് നിങ്ങളുടെ കുഞ്ഞുമക്കളോടൊപ്പം ഇവിടെ ആയിരിക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതം തന്നെയാണ്, നിങ്ങളുടെ ഈ ഒരു സമർപ്പണ മനോഭാവം തന്നെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്നേഹമുള്ളവരെ, പട്ടം കഴിഞ്ഞ് അന്ന് തുടങ്ങിയ ഓരോ കുർബാനയ്ക്ക് അവസാനത്തിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ശീലമുണ്ടായിരുന്നു. എല്ലാ കുർബാനയ്ക്ക് ശേഷവും ആ കുർബാനയിൽ സംബന്ധിക്കുന്ന എന്നെയും, കുർബാന അർപ്പിക്കുന്ന എന്നെയും, അതോടൊപ്പം തന്നെ ആ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. കാരണം ചെറുപ്പകാലത്തിലെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നീ ഓരോ ദിവസവും നിന്നെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആര് നോക്കിക്കൊള്ളും? പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും. ഓരോ ദിവസവും ആരംഭിക്കുന്നതിന് മുമ്പ് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് നിന്റെ ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, നിന്നെയും നിന്റെ പഠന കാര്യങ്ങളെയും, സെമിനാരിയിലായിരിക്കുമ്പോഴും മറ്റു പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴും അന്നത്തെ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് ആ ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും. ഇതെൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങളിലൂടെ പരിശുദ്ധ അമ്മ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്, മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ അനേകം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനായിട്ടുണ്ടാകും. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ, വിമലഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട്, ദൈവിക പദ്ധതി ഈ ഭൂമിയിൽ സംജാതമാകുന്നതിന് വേണ്ടി, നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം സമർപ്പിച്ചവളാണ്. നമുക്ക് 2000 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്കൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, സ്നേഹമുള്ളവരെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു യുവതി ഗർഭവതിയായാൽ അല്ലെങ്കിൽ ഗർഭിണിയായി കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതായിരുന്നു അവരുടെ നിയമം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്നുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അസ്വസ്ഥയാകുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. വെറും 14 വയസ്സ് മാത്രം പ്രായമായിരിക്കുമ്പോൾ ഈ മംഗളവാർത്ത സ്വീകരിക്കാനായിട്ട് താൻ ഒരുക്കമായെങ്കിൽ, നാളെ താൻ ഇറങ്ങിച്ചെല്ലുന്ന സമൂഹത്തിൽ തന്നെ വരവേൽക്കാനിരിക്കുന്നത് അവിടുത്തെ ന്യായാധിപന്മാരുടെയും ഫരിസേയരുടെയും ന്യായപ്രമാണികമാരോടും തനിക്ക് ഏൽപ്പിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ഒരുപക്ഷെ ആ ബാലികയുടെ ഹൃദയം ഒരു നിമിഷത്തേക്കെങ്കിലും അസ്വസ്ഥമായിപ്പെട്ടിരുന്നേക്കാം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ആ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി. കാരണം മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ തൻ്റെ മാനുഷികമായിട്ടുള്ള ശക്തി വെച്ചുകൊണ്ട് നേരിടാനായിട്ട് അവൾക്ക് സാധിക്കുമായിരുന്നില്ല. അതിനോടൊപ്പം തന്നെ ഗബ്രിയേൽ ദൂതൻ പറയുന്നുണ്ട്, നീ ഈ കാണുന്ന സാഹചര്യങ്ങളെയെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുള്ള എല്ലാ ദുരനുഭവങ്ങളെയും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നിനക്ക് നേരിടാനായിട്ട് സാധിക്കും. എങ്ങനെ? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനായിട്ട്, തരണം ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കുമെന്ന്. സ്നേഹമുള്ളവർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മച്ചി വന്ന് ഇപ്രകാരം വിഷമം പറയേണ്ടേ, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 4 ആങ്ങളമാരായിരുന്നു എനിക്ക്.
ഒരു കുറവുമില്ലാതെയാണ് അവരെന്നെ വളർത്തിയത്. ഒന്നിനും ഒരു കുറവില്ല. ആകെ ഒരു പെങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് അവരെന്നെ വളർത്തിയത്. അമ്മയുടെ മടിത്തട്ടിലാണ് ഞാൻ ജനിച്ചു വീണതും വളർന്നു വന്നതും. പരിശുദ്ധ അമ്മയുടെ തിരുമുറ്റത്താണ് ഞാൻ വളർന്നു വന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് വളരെ ഒരു മദ്യപാനിയാണ്. എല്ലാ ദിവസവും മദ്യം കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ബഹളമാണ്. ഞങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാനായിട്ട് ഒരു സാധിക്കുന്നില്ല. കുടുംബത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല. ഇദ്ദേഹത്തോട് എൻ്റെ മനസ്സിൽ ഓരോ ദിവസം ചെല്ലുന്തോറും വെറുപ്പാണ്. ഇദ്ദേഹത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇദ്ദേഹത്തെ ബഹുമാനിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ഇദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പോലും എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല. ഈ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നപ്പോൾ ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിച്ചു. അമ്മയുടെ തിരുമുറ്റത്ത്, അമ്മയുടെ നടുമുറ്റത്ത് വളർന്നു വന്ന അമ്മയെ ഒത്തിരിയേറെ സ്നേഹിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ചവളാണ് ഞാൻ. എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു? എൻ്റെ ജീവിതത്തിൽ എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മറന്നുകൊള്ളുക, നമ്മൾ ഓർക്കാനായിട്ട് പരിശ്രമിക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയുള്ള ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങൾ കടന്നു വന്നപ്പോൾ ആ പരിശുദ്ധ അമ്മ ആശ്രയിച്ചത് അത്യുന്നതന്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിച്ചപ്പോൾ ആ ശക്തിയിലുള്ള ആഴമേറിയ വിശ്വാസത്തിലും അർപ്പണ മനോഭാവത്തോടുകൂടിയും തന്നെ വിട്ടുകൊടുക്കാനായിട്ട് സാധിച്ചപ്പോഴാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനായിട്ടുള്ള കെൽപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞത്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇതുപോലുള്ള പ്രതിസന്ധികൾ എൻ്റേതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ശക്തികൾ കൊണ്ട്, മാനുഷികമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് ഞാൻ തരണം ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. പരിശുദ്ധ അമ്മ ഒരിക്കലും തൻ്റെതായ കഴിവുകൾ കൊണ്ട് തൻ്റെയും യോസേപ്പ് പിതാവിൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് പരിശ്രമിച്ചില്ല. മറിച്ച് ദൈവമാണ് ഇതുപോലുള്ളൊരു ജീവിതം നൽകിയെങ്കിൽ ദൈവിക പദ്ധതിയാണ് എന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാനായിട്ട്, പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയിൽ ആശ്രയിക്കാനായിട്ട്, ആ ശക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ സമർപ്പണ മനോഭാവം ആഴമേറിയ രീതിയിൽ വളർത്തുവാനായിട്ട്, ആഴമേറിയ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നോക്കുക. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വഴിതെറ്റിപ്പോകുന്ന മക്കള്, മദ്യപിച്ചു വരുന്ന ഭർത്താവ്, ജോലിയില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ തന്നെ സഹോദരീ സഹോദരങ്ങൾ എന്നിങ്ങനെ മാനുഷിക ബുദ്ധി കൊണ്ട് ഒരിക്കൽ പോലും ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ടാകാം. ഇന്നോളം എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തഴക്ക ദോഷങ്ങളുണ്ടാകാം, ആസക്തികളുണ്ടാകാം, ദുശീലങ്ങളുണ്ടാകാം, എത്രമാത്രം ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടും വിട്ടുമാറ്റാൻ പറ്റാത്ത ബന്ധങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ഇവിടെയൊക്കെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയായിരിക്കുന്നത്. പാപത്തിൽ നിന്നും പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയെ ദൈവം പൂർണ്ണമായിട്ടും അകറ്റി നിർത്തിക്കൊണ്ട് അമലോത്ഭവയായി ഈ ഭൂമിയിൽ ജനിച്ചു വീണ പരിശുദ്ധ അമ്മ ഇന്ന് പാപത്തിൻ്റെ കെടുതികൾ മൂലം നാം ഓരോരുത്തരും വിഷമിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, ആ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ അരികെയുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്, നിങ്ങളുടെ ഓരോ ദിവസവും ആ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, നിങ്ങൾ അന്നേ ദിവസത്തിൽ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, നിങ്ങളെ തന്നെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട്, നിങ്ങളെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വരും. നിങ്ങളുടെ കുടുംബത്തെ തകർന്ന് തരിപ്പണമാക്കുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ,
നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പൂർണ്ണമായിട്ടും ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക മേഖലകളിൽ വരുന്ന തകർച്ചകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വരുന്ന തകർച്ചകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാഹോദര്യ ബന്ധങ്ങളിൽ വരുന്ന തകർച്ചകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വരുന്ന ഏത് രീതിയിലുള്ള തകർച്ചകളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ പൂർണ്ണമായും നിങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായും സമർപ്പിക്കുവാനായിട്ട് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ആ അമ്മ നിങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരന്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് അവിടുത്തെ വലതുകരം നിങ്ങളുടെ നേരെ ഉയർത്തും. സാധിക്കുമോ ഇതിന്? ഇതാണ് ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി. ഇതാണ് നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കേണ്ടത്. തൻ്റെ ജീവിതം ദൈവിക പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും വരമേൽപ്പിച്ച പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ, എൻ്റെ ജീവിതം ദൈവിക പദ്ധതി എൻ്റെ കുടുംബത്തിൽ എന്നെ ഏൽപ്പിച്ച എൻ്റെ സഹോദരങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയെ പ്രതി എൻ്റെ ജീവിതം ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? സ്വാർത്ഥതയില്ലാതെ, വ്യക്തിപരമായ താല്പര്യങ്ങളില്ലാതെ, സ്വയം ശൂന്യമാക്കുവാനായിട്ട്, സ്വജീവിതം പോലും സമർപ്പിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുമോ? സ്നേഹമുള്ളവരെ, രണ്ടാമതായി ഇങ്ങനെ സമർപ്പിക്കുവാനായിട്ട് നാം തയ്യാറാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു വെക്കുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങളുടെ രക്ഷയെ പ്രതി ഞാൻ കൊടുക്കുവാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു വെക്കുന്ന മനോഹരമായി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഞാൻ കേൾക്കാൻ പോകുന്നതും പരിശുദ്ധ അമ്മയിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ കേട്ട ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ സഹോദരിയുടെ അനുഭവത്തിൽ ആ സഹോദരിക്ക് സാധിക്കാതെ പോയത് അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങൾ വാങ്ങിച്ച് സ്വീകരിച്ച് ആ അമ്മ വളർന്നു വന്നു. പക്ഷേ സാഹചര്യം മാറിയപ്പോൾ ആ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും ആ സഹോദരി ഓരോ ദിവസം ചെല്ലുന്നതിന് കുറേ. ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇന്ന് ഞാൻ ജപമാല ചൊല്ലാറില്ല, ഇന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാറില്ല. അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അമ്മയോട് അറപ്പാണ്, വെറുപ്പാണ്. കാരണം ഇത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് ഞാൻ വീണു പോയെങ്കിൽ അതിനെനിക്ക് ഉത്തരം നൽകേണ്ടത് പരിശുദ്ധ അമ്മയാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലല്ലേ, തിരുമുറ്റത്തല്ലേ ചേച്ചി വളർന്നു വന്നത്? പരിശുദ്ധ അമ്മയിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചുകൊണ്ടല്ലേ ചേച്ചി വളർന്നു വന്നത്? എല്ലാത്തിനും അതെ എന്നത്തിനും പറഞ്ഞു. എന്നിട്ട് ഇന്ന് ചേച്ചിയെ ഭരമേൽപ്പിച്ച ചേച്ചിയുടെ ഭർത്താവിനെ, ചേച്ചിയെ ഭരമേൽപ്പിച്ച ചേച്ചിയുടെ മക്കളെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ അമ്മ ചേച്ചിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ചേച്ചിക്ക് നൽകിയ ദാനങ്ങൾ, ഇതിനോട് ചേച്ചിക്ക് എങ്ങനെയാണ് പകരം കൊടുക്കാനായിട്ട് സാധിക്കുക? സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു നോക്കുമ്പോൾ അമ്മയിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അമ്മ തൻ്റെ ജീവിതത്തിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കാര്യമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? എൻ്റെ സ്വാർത്ഥപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ അപ്പന് വേണ്ടി ഒന്ന് മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ, എൻ്റെ ജീവിത പങ്കാളിയുടെ രക്ഷയെ പ്രതി സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്, എൻ്റെ മക്കളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട്, വിശ്വാസ ജീവിതത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്, എനിക്ക് എൻ്റേത് എന്ന് മാത്രം പറയാതെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടെ വ്യയം ചെയ്യുവാനായിട്ട്, ചെലവഴിക്കുവാനായിട്ട്, ആ രീതിയിലുള്ള ഒരു സ്വാർത്ഥ മനോഭാവം ഇല്ലാതെയാണ് നമ്മൾ വളരുന്നെങ്കിൽ, സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിലായിരിക്കുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശിഷ്യരും മറ്റുള്ളവരും പരിശുദ്ധ അമ്മയോട് ഒന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ
അവൻ പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവിടെ തൻ്റെ മകൻ്റെ സ്ഥാനം കൈയടക്കാനല്ല പരിശുദ്ധമ്മ ആഗ്രഹിച്ചത്, മറിച്ച് ആ മകൻ്റെ മുമ്പിൽ ആ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയും ആ കുടുംബത്തെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് പരിശുദ്ധ അമ്മ എടുക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ കർത്തവ്യം മാത്രമേ പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ പരിശുദ്ധ അമ്മ ചെയ്തിരുന്നുള്ളൂ. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും നാം ഓരോരുത്തരും പഠിക്കുകയും ചെയ്യേണ്ടത് അവൻ പറയുന്നത് ചെയ്യുവാനായിട്ടാണ്. ഞാൻ പറയുന്നത് കുടുംബത്തിൽ ചെയ്യുവാനായിട്ടല്ല നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പരിശ്രമിക്കേണ്ടത്, മറിച്ച് എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ ദൈവം എന്ത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അവൻ പറയുന്നത് എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ പൂർത്തീകരിക്കാനായിട്ടാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇതാണ് പരിശുദ്ധ അമ്മ നമ്മ ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിലനിൽക്കണമെങ്കിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അവൻ പറയുന്നത് ചെയ്യുവിൻ. നിനക്ക് തോന്നുന്നതല്ല, നിന്റെ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അവൻ പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പരിശീലിക്കുവാനായിട്ട്, പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ അവൻ്റെ വചനം കേൾക്കുകയും അവൻ്റെ വചനം പ്രാവർത്തികമാക്കുകയും അവൻ്റെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്ന ഈശോയുടെ അമ്മയും സഹോദരരും ശിഷ്യരുമായി തീരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അമലോത്ഭവയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും എന്നും പരിശുദ്ധരായി ജീവിക്കാനായിട്ടുള്ള കൃപ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളും എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നോറുകായാൽ ധന്യ ശരീരമെടുത്തു നരനായി
ചെയ്തതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മി പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജ്യനുമാകും റൂഹായിൽ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യ പ്രഖ്യാപിക്കുന്നേ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്ത്യാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനും ഹൃദയം നുറങ്ങിയവരെ സുഖപ്പെടുത്താനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹനിധിയായ ദൈവമേ, തിരുസഭയെയും നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപതാധ്യക്ഷനായ ജോസഫ് കളത്തിൽ പറമ്പിൽ പിതാവിനെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ അനന്തമായ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമെന്നും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അവരെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പാട്രിക് അച്ഛനെയും റോഷൻ അച്ഛനെയും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്ന ജോബി അച്ഛനെയും ഡിറ്റോ അച്ഛനെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവർ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിൽ ഉപേക്ഷനായ നാഥ, അങ്ങയുടെ രക്ഷാകരമായ സാന്നിധ്യം ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ. അതുവഴി അങ്ങേ ഉദ്ധാനത്തിൻ്റെ സാക്ഷികളായി ജീവിച്ച് സ്വർഗീയ മഹത്വത്തിന് അർഹരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്ന ഈശോയുടെ തിരുവചനം ഉൾക്കൊണ്ട് വിശുദ്ധി പാലിച്ച് വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ പിതാവേ, രോഗത്താലും വാർദ്ധക്യത്താലും വിഷമിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് രോഗങ്ങളിൽ നിന്ന് സൗഖ്യവും ആശ്വാസവും നൽകി അങ്ങയുടെ സ്നേഹവും സമാധാനവും അനുഭവിച്ചറിയുവാൻ ഇടവരുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്ക് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ മുന്നിലായി ഏകിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ, നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ മുന്നിലായി ഏകിടുന്നു. എൻ ജീവനെ, എൻ ജീവനാഥ, ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിൽ ഏകിടാം ഞാൻ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ മുന്നിലായി ഏകിടുന്നു. എൻ ജീവനെ, എൻ ജീവൻ
സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ മഹോത്സവത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന രക്ഷാകരമായ ബലി കനിവോടെ സ്വീകരിക്കണമേ. അങ്ങേ മുൻകൂട്ടിയുള്ള കൃപയാൽ പരിശുദ്ധ കന്യക എല്ലാ പാപകറകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുന്ന ഞങ്ങളും പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥം വഴി എല്ലാ പാപങ്ങളിൽ നിന്ന് വിമുക്തരാകാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും അങ്ങ് സംരക്ഷിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അലങ്കരിച്ച പരിശുദ്ധ കന്യകയിൽ അങ്ങേ പുത്രന് സമുചിതമായ മാതാവിനെ അങ്ങ് ഒരുക്കുകയും അവിടുത്തെ കറയും ചുളിവുമില്ലാത്ത മനോഹര വധുവായ സഭയുടെ ആരംഭമായി അങ്ങ് ദ്യോതിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും പരിശുദ്ധ കന്യക ഞങ്ങളുടെ പാപങ്ങൾ നീക്കിക്കളയുന്ന നിർമ്മല കുഞ്ഞാടായ പുത്രനെ പ്രദാനം ചെയ്യുവാനുള്ളവളാകുന്നു. ഈ കന്യകയെ എല്ലാവർക്കും ഉപരിയായി അങ്ങേ ജനത്തിന് കൃപയുടെ മധ്യസ്ഥയായും വിശുദ്ധിയുടെ മാതൃകയായും അങ്ങ് നിയോഗിച്ചു. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ആഹ്ലാദപൂർവം അങ്ങ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിന്നലവും, നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിന്നലവും. ഹോസാന 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 ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരൻ്റെ ശരീരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദേവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസപിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങ് എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ
സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സത്യശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവ് യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം ത്രകൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെയും. ഞങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദലാതിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുക.
പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള പ്രസിദ്ധേന്തിമാരെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ള ദിവ്യബലിയോടുകൂടെ ഇന്നത്തെ തിരുനാൾ നമ്മൾ പരിസമാപനം കുറിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുക. ഒത്തിരി നിയന്ത്രണങ്ങൾ, പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. തിരുനാൾ ഏറ്റെടുക്കുന്ന പ്രസിദ്ധേന്തിമാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാരണം വളരെ താമസിച്ചാണ് അവർക്ക് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുവാൻ സാധിച്ചത്. തിരുനാൾ ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന ഒരു സന്നിധാവസ്ഥയിൽ അവർ വളരെ പ്രയാസപ്പെട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒക്കെ തിരുനാളിന് നേതൃത്വം നൽകി നമുക്ക് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടിയിട്ട് 53 പ്രസിദ്ധേന്തിമാർ, അവരോട് പ്രത്യേകം നന്ദി ഉണ്ട്. കാരണം ഒത്തിരി ത്യാഗം അവരനുഭവിച്ച് യുവാക്കളായിട്ടുള്ള ഈ ആളുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് തീർത്തത്. അതിന് ഇടവകയുടെ പേരിൽ എൻ്റെ പ്രത്യേകമായ രീതിയിൽ അവർക്ക് ഹൃദയമായിട്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം തന്നെ മാതാവിൻ്റെ അനുഗ്രഹം അവരുടെ വ്യക്തിഗത ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ തിരുനാൾ ദിവ്യബലിക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, അതിന് സ്നേഹിതരായ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഫാദർ ജോബി ആശീദ് പറമ്പിൽ, നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, 25 വർഷം മുമ്പ് നമ്മുടെ ഇടവയിൽ ആദ്യത്തെ കൊച്ചച്ഛൻ എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ജൂബിലി വർഷമാണ്. തീർച്ചയായിട്ടും ഇന്ന് നല്ലൊരു അവസരമാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുങ്ങൾക്ക് മാതാവിനോട് ചേർന്നുകൊണ്ട് ഞങ്ങളും അങ്ങേക്ക് ദൈവത്തെ നന്ദി അർപ്പിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും അച്ഛനെ ഹൃദയപൂർവ്വം നേരുന്നു. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ചത്. അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുക, ഇത് അദ്ദേഹത്തിൻ്റെ പട്ടമേറ്റതിൻ്റെ 25ാം വാർഷികം ആണ് എന്ന്. അത് നന്നായിട്ട് നടത്തുവാൻ ദൈവം അദ്ദേഹത്തിന് അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്ന് കൊച്ചച്ഛനായിട്ട് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം 25 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ വരാപ്പുഴ അതിരൂപതയുടെ വലിയ അഭിമാനമായ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേലധികാരിയായിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുക. ഒത്തിരി യുവാക്കൾക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് ആ സ്ഥാപനം മാറുന്നുണ്ട്. ചെറിയ തോതിൽ ആരംഭിച്ച് ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്ന ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചതിന് ബഹുമാനപ്പെട്ട ജോബി ആശീദ് പറമ്പലച്ഛന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. നമുക്ക് വചനം പങ്കുവച്ച ഡിറ്റോ അച്ഛൻ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പുതുമയാണ്. തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് 1 മണിക്കൂറിന് മുമ്പ്, അതുപോലും ഉണ്ടായിരുന്നില്ല, അരമണിക്കൂർ മുമ്പാണ് ക്ഷണിക്കപ്പെട്ട അച്ഛൻ്റെ അസൗകര്യം, ഒരു വിധത്തിലും വരുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം തന്നെ മറ്റച്ഛൻ്റെ സഹായത്തോടുകൂടിയാണ് ഡിറ്റോ അച്ഛനെ നമുക്ക് ഇന്ന് നൽകിയത്. ഡിറ്റോ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്കും അദ്ദേഹം പുതുതാണ്, ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പോൾ കുശലാന്വേഷണത്തിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ സ്മരിക്കുകയാണ്. ഒരു
ജീസസ് യൂത്ത് പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം ചെറുപ്പം മുതലേ പ്രവർത്തിച്ചു പോകുന്നത്. പഠനമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സൗദിയിൽ ഒരു 4 വർഷക്കാലം ജോലിയിലായിരുന്നു. അങ്ങനെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരുപക്ഷെ മാതാവിനുള്ള ഭക്തിയും ജീസസ് പ്രസ്ഥാനത്തോടുള്ള ചെറുപ്പം മുതലുള്ള അടുപ്പവും പ്രവർത്തനവും ഒക്കെ ആയിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് 4 വർഷത്തിന് ശേഷം ദൈവവിളി ഉണ്ടായി. ആ ദൈവവിളി സ്വീകരിച്ച് അദ്ദേഹം പട്ടമേറ്റു 1916. ഇപ്പോൾ 3 അച്ഛന്മാർ ആ ജീസസ് യൂത്ത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പട്ടമേറ്റവർ ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് ഒത്തിരി യുവതിയുവാക്കളെ ആ രംഗത്ത് അവർക്ക് പ്രചോദനമായിട്ട് അച്ഛനുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം ഇപ്പോൾ സെൻറ്റ് തോമസ്പുരം പള്ളിയിൽ ആനന്ദച്ചൻ്റെ കൂടെയാണ് താമസിക്കുക. അപ്പോൾ അച്ഛനാണ് നമുക്ക് ഇങ്ങനെ അച്ഛനെ ഈ അവസരത്തിൽ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അയച്ചു തന്നത്. മാതാവിൻ്റെ പ്രത്യേക ഭക്തനായ അദ്ദേഹം നമുക്ക് നല്ലൊരു വചന സന്ദേശം നൽകി. അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരുടെയും പേരിലും പ്രസിഡന്റുമാരുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയമായിട്ടുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. റോഷനച്ചന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം തിരുനാൾ കൊടിയേറ്റ ദിവസം മുതൽ നമ്മോടൊപ്പം അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. എല്ലാ ശുശ്രൂഷകളിലും അദ്ദേഹം പങ്കുചേർന്നു. അതിൻ്റെ സാന്നിധ്യത്തിനും തിരുക്കർമ്മങ്ങൾ പങ്കുചേർന്നതിനും പ്രസിഡന്റുമാരുടെ പേരിലും നിങ്ങളെല്ലാവരുടെയും പേരിലും പ്രത്യേകമായ രീതിയിലും ഞാൻ ഹൃദയമായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. എല്ലാ വർഷവും വളരെ ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണമൊക്കെ നമ്മൾ നടത്താറുണ്ട്. അത് ഈ സാഹചര്യത്തിൽ അനുവദനീയമല്ലാത്തതിനാൽ പ്രത്യേക അനുവാദം വാങ്ങിയാണ് 1 മണിക്കൂർ സമയമാണ് നമുക്ക് വേണ്ടി അനുവദിച്ചത്. എങ്കിലും ഒത്തിരി പ്രേരണയും സമ്മർദ്ദവും കൊണ്ട് നമുക്ക് ഒരു നല്ല സമയം നമുക്ക് ലഭിച്ചു. വൈകുന്നേരം TV പ്രക്ഷേപണത്തിന് ശേഷം പ്രദക്ഷിണം തുറന്ന വാഹനത്തിൽ ദേശപുരവും എഴുന്നള്ളിച്ചു കൊണ്ട് നമ്മുടെ ഇടവകയിലെ അതിർത്തികളിലുടനീളം മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ടുവന്ന് ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മാതാവിനെ എതിരേൽക്കുവാനായിട്ട് വഴികളിൽ കാത്തുനിന്ന എല്ലാവർക്കും അതിന് നേതൃത്വം കൊടുത്ത യൂണിറ്റ് ഭാരവാഹികൾക്കും ഇതിൽ പങ്കുചേർന്ന യൂണിറ്റ് അംഗങ്ങൾക്കും സ്വീകരണമൊരുക്കിയ എല്ലാവർക്കും ഹൃദയംഗമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ്. തിരുനാൾ ദിനങ്ങളിൽ എല്ലാവർക്കും ഇവിടെ ദേവാലയത്തിൽ വന്ന് തിരുക്കർമ്മങ്ങൾ പങ്കുകൊണ്ടുപോകാൻ സാധിച്ചില്ല. ഏറെ ആഗ്രഹമുണ്ട് എങ്കിലും അത് സാധിക്കാത്തൊരവസ്ഥ ആയിരുന്നല്ലോ. എങ്കിലും ഓൺലൈൻ വഴി അതിൽ പങ്കുചേരുവാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. മാതാവിൻ്റെ അനുഗ്രഹം സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. കാരണം അമ്മയ്ക്കറിയാം മക്കളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളുമൊക്കെ. അതുകൊണ്ട് തന്നെ അമ്മ തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വർഷിക്കുന്നതിൽ ഒരിക്കലും കുറവ് വരുത്തില്ല എന്ന ഉറപ്പാണ്. അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദുരിതക്കയത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് അമ്മ മാത്രമാണ് ആലംബമായിട്ടുള്ളത്. എൻ്റെ പ്രിയപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് മുഴുവേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമുക്ക് നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാ ഭാവങ്ങളും നന്മകളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാപരഹിതമായ ഉത്ഭവം
അങ്ങ് സവിശേഷമായി സംരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കൂദാശ ഞങ്ങളിൽ പാപത്തിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടും കൂടെയും. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ആമേൻ. ജീവൻ്റെ ഉടയവനെ സ്വീകരിക്കാൻ അർഹയായ മറിയത്തിൻ്റെ മധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ആമേൻ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. അനുഗ്രഹിക്ക ക്രിസ്തുവനുഗ്രഹിക്ക നാദാനുഗ്രഹിക്ക നിൻ സുതരേ അനീശം ക്രിസ്തു ശ്രേവിച്ചിടണേ. ക്രിസ്തു കൈക്കൊള്ളേണമേ. സ്വർഗസ്ഥനായ താതാ രക്ഷക ദൈവസുതാ ദൈവമം ശുദ്ധാരൂപേ ത്രിത്വിക ദൈവമേ നീ പരിശുദ്ധയാം മരിയേ ദൈവത്തിൻ ദിവ്യമാതേ കന്യകധന്യതന്റെ യേശുവിൻ ദിവ്യമാതേ ദൈവപ്രസാദമാതേ ഏറ്റവും ശുദ്ധമാതേ ചരിത്ര ശുദ്ധമാതേ ലംഘനഹീനമാതേ മാലിന്യമുക്തമാതേ സ്നേഹസംയോഗ്യമാതേ
അത്ഭുത പാത്രമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൽബുദ്ധി തൻ്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിൻ്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്ഷിതാവിൻ്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിവേകപൂർണകന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സംപൂജ്യയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിഖ്യാതയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രാബല്യമേറും കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാരുണ്യപൂർണ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വിശ്വസ്തയായ കന്യേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നീതിതൻ ദർപ്പണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനസിംഹാസനമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആനന്ദ കാരണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആത്മീയ സംപാത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാന്യത സംപാത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഭക്തിയേഴും പാത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മൗതിക റോസാപ്പൂവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാവീദിൻ പ്രകാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദന്തത്തിൻ പ്രകാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർണസമാലയമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വാഗ്ദാന പേടകമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രഭാത നക്ഷത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രോഗികൾക്കാരോഗ്യമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പാപികൾ സങ്കേതമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വ്യാകുലർക്കാശ്വാസമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്രൈസ്തവർക്കാലംബമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
മാലാഖമാർത്തൻ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഗോത്രപിതാക്കൾ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദീർഘദർശികൾ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പ്രേഷിതന്മാർ തൻ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. രക്തസാക്ഷികൾ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സിദ്ധഗണത്തിൻ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കന്യകമാർ തൻ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സർവവിശുദ്ധർ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിർമ്മലോത്ഭവരാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗാരൂപിതരാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജപമാല തന്റെ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വ്യാകുലർക്കാശ്വാസമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്രൈസ്തവർക്കാലംബമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സർവവിശുദ്ധർ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നിർമ്മലോത്ഭവരാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്വർഗാരൂപിതരാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജപമാല തന്റെ രാജ്ഞിയേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളോട് നിത്യം ക്ഷമിക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടായ കർത്താവേ ഞങ്ങളെ നീ ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം വഴി അങ്ങേ പുത്രന് സമുചിതമായ വാസസ്ഥലം അങ്ങ് സജ്ജമാക്കിയല്ലോ. അങ്ങേ പുത്രൻ്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകയെ എല്ലാ പാപക്കറകളിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിച്ചു. പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യം വഴി ഞങ്ങളെയും നിർമ്മലരാക്കി അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ.
സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വാനിൽ പറവകൾ പാടി വാനവദൂതരോടൊപ്പം കന്യാംബികതൻ തിരുജനനത്തിൽ സ്വർഗ്ഗം ഭൂവിലിറങ്ങി, സ്വർഗ്ഗം ഭൂവിലിറങ്ങി. സ്വർഗ്ഗാരോപിതരാക്കി സഹരക്ഷകയാമമ്മേ, കൽമഷമിയലാദീ ഭുവനത്തിൽ നന്മയിൽ ജീവിച്ചവൾ നീ. വാനിൽ